ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അത് ഒരു കലത്തപ്പമാണ്. കലത്തപ്പം എണ്ണയില്ലാത്ത കടിയായതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് ഞാനിതാ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിൽ കുറച്ച് ചോറും എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന ചേരുവകളാണ് തേങ്ങാക്കൊത്ത്, ഉള്ളി, ഏലക്ക, വെല്ലം, കുറച്ച് ഈസ്റ്റ്. ഇതാ ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അതിൽ ഒരു ഗ്ലാസ് അരി ആണ് എടുത്തത്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കണം. ഒരു ഗ്ലാസ് അരി ഞാൻ കഴുകി അരിച്ച് വൃത്തിയാക്കി വെച്ച് അത് മിക്സിയിലിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ദോശക്കല്ലിടുമ്പോൾ കുറച്ച് ചോറും, ഒരു ഗ്ലാസ് അരിക്ക് കുറച്ച് ചോറും ഇട്ട് അതിൽ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആകെ ഉപയോഗിക്കണ്ടു. അതിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അരി അരക്കുക. അരി അരക്കുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ബാക്കി 1 ഗ്ലാസ് വെള്ളം നമ്മൾ വെല്ലം കുറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണ്ട. അത് ചൂടോട് കൂടിയിട്ട് വേണം വെല്ലം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് വെല്ലം കുറുക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നത്. അരിയെടുത്ത് അത് നല്ലോണം അരക്കുക. നല്ലോണം അരക്കണം. അതിൽ തന്നെ നമ്മൾ ഏലക്കായും കൂടെ അതിൽ ചേർക്കുക. അരക്കുമ്പോൾ തന്നെ അതിൽ ഏലക്കായി ചേർക്കുക. കുറച്ച് മാത്രമല്ലേ വേണ്ടൂ. ഏലക്കായും ചേർത്ത് അരി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല മതിയെ ചൂടാകാൻ അരച്ചാൽ കലത്തപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടും. നല്ലതുപോലെ അരക്കുക. അരച്ചെടുത്തു നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. ഒരു പാത്രത്തിലേക്ക് മാറ്റുക. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. ആ പാകത്തിന് അരച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിന് ശേഷം നമ്മൾ അതിലാണ് വെല്ലം കുറുക്കി പാരേണ്ടത്. ആ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെല്ലവും ഒഴിച്ചിട്ട് ആ പാകത്തിലാണ് നമ്മൾ കൂട്ട് തയ്യാറാക്കേണ്ടത്, അരച്ചെടുക്കേണ്ടത്. അരച്ചതിന് ശേഷം വെല്ലം നമ്മളത് ഉരുക്കാൻ വെച്ചു. വെല്ലം നല്ലോണം ഉരുകി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ചൂടോടെ കലത്തപ്പത്തിൽ ഒഴിച്ചു കൊടുക്കണം. ചൂടോടെ ഒഴിച്ചാൽ നല്ലോണം പൊങ്ങുമല്ലോ. അതിന് വേണ്ടിയാണ് തണിയാൻ പാടില്ല. ചൂടോടെ ആ കൂട്ടിൽ ചൂടോടെ അരച്ച കൂട്ടും അതിൽ നമ്മൾ ചൂടോടെ വെല്ലം ഒഴിക്കണം. ഒഴിച്ചാലേ നല്ല സോഫ്റ്റ് കിട്ടുമല്ലോ. തണിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ സമയം അത് കൂട്ടാക്കി വെക്കണം. ഇത് അപ്പാടന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തേങ്ങാക്കൊത്ത് വറുക്കാൻ എടുക്കുക. അതിൽ തേങ്ങാക്കൊത്തും വറുത്തെടുക്കുക. അതിൽ തന്നെ ഉള്ളിയും വറുക്കുക. തേങ്ങാക്കൊത്ത് നല്ലപോലെ നല്ലൊരു ചുവന്ന കളർ, അത് അങ്ങനെ നല്ലൊരു കളർ മാറുമ്പോൾ എടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. തേങ്ങാക്കൊത്ത് വറുത്തെടുത്തു. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒന്നും എല്ലാ ഭാഗവും ഒരുപോലെ ആവില്ല. തേങ്ങാക്കൊത്ത് നല്ല ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞു പോയാൽ കരി ചേക്കും. അതുകൊണ്ട് തേങ്ങാക്കൊത്തെടുത്തു. അതിൽ നമ്മൾ ഉള്ളി ഇട്ട് മാറ്റി. ഉള്ളി അതേപോലെ തന്നെ കരിയാണ്ട് ആളും എടുത്തു. അപ്പോൾ എല്ലാം അതിൽ കുറുക്കിയങ്ങ് ഒഴിച്ചു. കുക്കർ അടുപ്പത്ത് ചൂടായി. അതിൻ്റെ അകത്തേക്ക് നല്ലോണം ചൂടായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അതിൽ വെല്ലം, തേങ്ങാക്കൊത്ത്, ഉള്ളിയും കൂടെ അതിലേക്ക് വെതറി കൊടുത്ത് വിസിൽ വെച്ച് സിമ്മിൽ വെച്ച് ആയിട്ടാണ് കലത്തപ്പം. എൻ്റെ കലത്തപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം.